ഇയ്യോബ് അദ്ധ്യായം 42. ഇയ്യോബ് ഉത്തരമായി കർത്താവിനോട് പറഞ്ഞു, ഇവയെല്ലാം ചെയ്യുമ്പോൾ അവിടേക്ക് കഴിവുണ്ടെന്നും യാതൊരു ചിന്തയും അങ്ങയിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ വാക്കുകൾ കൊണ്ട് ആലോചന നടത്തുന്ന ഇവൻ ആര്? ഇങ്ങനെ എനിക്ക് വിവേക ബുദ്ധിയില്ലെന്നും എന്നേക്കാൾ ഉപരിയായവയെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്നും അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. നീ എന്നെ കേൾക്കുക, ഞാൻ സംസാരിക്കാം എന്നും ഞാൻ നിന്നോട് ചോദിക്കാം, നീ എനിക്ക് മറുപടി തരിക എന്നും അവിടുന്ന് കൽപ്പിച്ചു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണുകൾ അങ്ങയെ കണ്ടിരിക്കുന്നു. ആകയാൽ ഞാൻ മൗനം പാലിക്കും. ഈ പൂഴിയോടും വെണ്ണീറിനോടും ദയ തോന്നണമേ. കർത്താവ് ഇയ്യോബിനോട് ഇവ പറഞ്ഞ ശേഷം തേമ്യനായ എലീഫാസിനോട് പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നീതിയായിട്ടല്ല നീ എൻ്റെ മുമ്പാകെ സംസാരിച്ചത്. അതിനാൽ എൻ്റെ കോപം നിന്റെ മേലും നിന്റെ 2 കൂട്ടുകാരുടെ മേലും ജ്വലിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ പോകണം. അവൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചയർപ്പിക്കും. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എൻ്റെ മുമ്പാകെ നീതിയായി സംസാരിക്കാതിരുന്നതിന് അവൻ്റെ മുഖം ഓർത്ത് നിങ്ങളെ ഞാൻ ശിക്ഷിക്കയില്ല. തേമ്യനായ എലീഫാസും ശൂഹ്യനായ ബിൽദാദും നമാത്യനായ സോഫാറും പോയി കർത്താവ് അവരോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ഇയ്യോബിനെ പ്രതി കർത്താവ് പ്രവർത്തിച്ചു. ഇയ്യോബ് അവൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അധംപതനം കർത്താവ് മാറ്റി. ഇയ്യോബിനുണ്ടായിരുന്ന സകലവും കർത്താവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അവനെ മുൻപരിചയമുണ്ടായിരുന്നവരും അവൻ്റെ ഭവനത്തിൽ അവനോടൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവൻ്റെ മേൽ കർത്താവ് വരുത്തിയിരുന്ന എല്ലാ വേദനകളെയും കുറിച്ച് അവർ സഹതപിച്ചു. അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുവനും അവന് ഓരോ നാണയവും ഓരോ പൊന്മോതിരവും കൊടുത്തു. അവൻ്റെ മുൻകാല അവസ്ഥയേക്കാൾ വളരെ കൂടുതലായി ദൈവം അവൻ്റെ പിൻകാല സ്ഥിതിയെ അനുഗ്രഹിച്ചു. അവന് 14,000 ആടുകളും 6,000 ഒട്ടകവും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അവരിൽ ഒരുവൾക്ക് അവൻ ഊമോമോ എന്നും രണ്ടാമത്തവൾക്ക് കെസൂആ എന്നും മൂന്നാമത്തെ മകൾക്ക് കർണഫോക്ക് എന്നും പേരിട്ടു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരികൾ ദേശത്തൊരിടത്തും ഉണ്ടായിരുന്നില്ല. അവരുടെ പിതാവ് അവർക്ക് അവരുടെ സഹോദരന്മാരോടുകൂടി അവകാശവും കൊടുത്തു. ഇവയ്ക്കെല്ലാം ശേഷം ഇയ്യോബ് 140 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. ഇയ്യോബ് അവൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ഇയ്യോബ് വൃദ്ധനായി തൻ്റെ ജീവിത നാളുകൾ കൊണ്ട് സംതൃപ്തനായി മരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.